ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം എവിടെയാണെന്നറിയോ? അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ശിവലിംഗങ്ങളുള്ള ക്ഷേത്രം എവിടെയാണെന്നറിയോ? സോ ഞാനിപ്പം നിൽക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ശിവലിംഗമുള്ള കോട്ടിലിംഗേശ്വര എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ്. അപ്പോൾ കോട്ടിലിംഗേശ്വര എന്ന് പറയുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോളാറിന് സമീപത്തായിട്ടാണ്. കോളാറിന് ഒരു 30 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകളും അതിൻ്റെ ഫാക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. കാല് നന്നായി പൊള്ളുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ നടന്ന് കളിക്കുന്നത്. നല്ല വെയിലാണ്, സമയം 11:30 ആയിട്ടുള്ളൂ. അപ്പം ഈ നേരെ കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം. ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 33 മീറ്ററാണ്, അതായത് 108 ഫീറ്റാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത്രയും വലിയ ശിവലിംഗം വേറെ എന്തായാലും ഇല്ല. അതേപോലെ തന്നെ ഈ കാണുന്നത് ഇതാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള നന്ദിയുടെ സ്റ്റാച്യു എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇവിടെ ഏകദേശം 90 ലക്ഷത്തിന് മേലെ ശിവലിംഗങ്ങളാണുള്ളത്. അപ്പം 1 കോടി ആക്കാനുള്ള ശ്രമത്തിലാണ് ഇവരെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കോട്ടിലിംഗേശ്വര എന്നുള്ള ക്ഷേത്രത്തിൻ്റെ പേരും വന്നിരിക്കുന്നത്. അപ്പം ഈ ക്ഷേത്രം ഉണ്ടാവുന്നതിന് പുറകിൽ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതോ ഒരു മഹാൻ ശിവനെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തിട്ട് വളർന്നതും അതോടൊപ്പം തന്നെ പിന്നീട് ലോർഡ് ശിവൻ്റെ ഡിവൈനിറ്റിയെ കുറിച്ച് മനസ്സിലാക്കിയും അതിനുശേഷം ഈ ക്ഷേത്രം പണി, അങ്ങനെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിലവിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരുപാട് ഫാക്ട്സ് എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ശിവലിംഗമുള്ള ക്ഷേത്രം എന്നാണ്. അപ്പം ഇതിനകത്ത് ഏകദേശം 11 ഡൈറ്റീസ് വേറെ ഉണ്ട്. അതൊന്നും കൂടാതെയാണ് ഇത്രത്തോളം ശിവലിംഗങ്ങളുള്ളത്. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം 1 കോടി ശിവലിംഗമാക്കുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പം ഈ 1 കോടി ശിവലിംഗം ആക്കാൻ നമുക്ക് ഓരോരുത്തർക്കും വേണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഓരോ ശിവലിംഗത്തിനും ഏകദേശം 6000 രൂപയാണ്, അതായത് 6000 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 6000 രൂപ മുതലുള്ള ശിവലിംഗങ്ങൾ പല ഷേപ്പിലും പല സൈസിലും ഉള്ളത്. ഈ ഒരു ശിവലിംഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെയൊക്കെ ഉണ്ടല്ലേ, ഷേപ്പൊക്കെ കുറച്ച് നല്ല ഡിസൈനൊക്കെ ഉള്ളതുണ്ട്. ഇനി അതേപോലെ ഈ സൈഡിലേക്ക് നോക്കി അതിൻ്റെ സൈസിൽ ഡിഫറൻസ് വന്നു, ഇത് കുറച്ചുകൂടി ഡിഫറൻസ് വന്നു. അങ്ങനെ ഒരുപാട് ഡിഫറൻസിലാണ് പല തരത്തിലുള്ള ശിവലിംഗങ്ങളുണ്ട്. ഇനി ഇവിടുത്തെ ഞാൻ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെ ഇങ്ങനെ ശിവലിംഗങ്ങൾ വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഇങ്ങനെ ഇതേപോലെ പച്ച, മഞ്ഞ, ചുവപ്പ്, നീല അങ്ങനെ പല കളറുകളും അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇത്രയും ശിവലിംഗങ്ങളൊന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരുപാട് സഹായകരമായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഈ ഒരു ശിവലിംഗത്തിൻ്റെ ഇതിൻ്റെ എല്ലാ സൈഡും, ഈവൻ ഇതിൻ്റെ ഈ ഒരു ടെമ്പിളിൻ്റെ ഈ ഒരു കോമ്പൗണ്ട് അപ്പർ സൈഡിലാണ് ടെമ്പിളിൻ്റെ മെയിൻ പാർട്ടുള്ളത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ആ ഒരു ഭാഗത്തൊക്കെ ഇതേപോലെ ഒരുപാട് ശിവലിംഗങ്ങളുണ്ട്. ഇതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. മുഴുവൻ കണ്ടു തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അത് പെട്ടെന്ന് പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. അത്രയ്ക്കുണ്ട്, ഇവൻ എണ്ണി തീർക്കാൻ അത് തീരെയും പറ്റില്ല. അതിന് പകരം ഇവിടെയൊക്കെ കുറേ നമ്പേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ BC 85 എന്നൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ശിവലിംഗവും എത്ര ഉണ്ടെന്ന് അവർ കൗണ്ട് എടുക്കുന്ന ഈ ഒരു നമ്പർ വെച്ചിട്ടാണ്. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു കോട്ടിലിംഗേശ്വര ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ യാത്ര ചെയ്താൽ തന്നെ ഈ ഒരു ശിവലിംഗം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാം. ഇപ്പോൾ ബാംഗ്ലൂരിന് ഏറ്റവും അടുത്താണ്, ഇതിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ടൗൺ വരുന്നത് കോളാറാണ്. അപ്പം കോളാറിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ക്ഷേത്രം മിസ് ചെയ്യാൻ പാടില്ല. കാരണം അത്രയ്ക്ക് സ്റ്റണ്ണിങ് വ്യൂ ആണ്, അത്രയേറെ ശിവലിംഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തെ ഏറ്റവും വലിയ ശിവലിംഗം 33 മീറ്റർ അല്ലെങ്കിൽ 108 ഫീറ്റ് നീളത്തിലുള്ള ഏറ്റവും വലിയ ശിവലിംഗവും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊക്കെ അത്രയേറെ ശിവലിംഗങ്ങളുണ്ട്. കാല് നിൽക്കാം. ഇവിടേക്കൊക്കെ വരുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നട്ടുവച്ചൊക്കൊന്നും വരരുത്. കാല് നിലത്ത് വെക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. കാരണം ഞാനെടുത്ത വീഡിയോനകത്ത് ഞാൻ നടന്ന് കളിക്കുന്നത് എനിക്ക് കാല് തീരെ നിലത്ത് ഉറച്ച് നിർത്താൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം അത്രയ്ക്ക് വെയിലാണ്. അതേപോലെ ഇവിടെയെല്ലാം നല്ല കല്ലാണ് ഇട്ടേക്കുന്നത്. കല്ലം തിളയ്ക്കുന്ന പോലെ അത്രയും ചൂടുണ്ട്. അപ്പം ഈ ഒരു ഇപ്പം ഞാൻ കുറച്ച് സെൻറ്ററിൽ നിന്ന് കാണിക്കുന്നൊരു പോർഷനാണത്. അപ്പോൾ ഈ ഒരു ഇത്രയും ഭാഗങ്ങൾ ഇത്രയേറെ ശിവലിംഗങ്ങൾക്ക് നടുവിലായിട്ട് ഇത്രയും വലിയൊരു ശിവലിംഗം കാണാം. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം എന്ന് ഞാൻ നേരത്തെ പലതവണ പറഞ്ഞു. കാരണം ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഈ ഒരു നന്ദീൻ്റെ പ്രതിമ, അപ്പോൾ ഈ പ്രതിമ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ളത്, ഏഷ്യയിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള നന്ദീൻ്റെ പ്രതിമയാണ് റീസെൻ്റ്ലി ഉണ്ടാക്കിയത്. അല്ലാതെ വേറെയും നന്ദീൻ്റെ ഒരുപാട് പ്രതിമകളുണ്ട്. ബട്ട് ഇത്രയും ഹൈറ്റിലുള്ള ഒരു പ്രതിമ ഇത് മാത്രമാണ്. പിന്നെ ഇതിൻ്റെ നടുക്കായിട്ടൊരു തൃശ്ശൂലമൊക്കെ കാണാം. ഇനി ഈ ഭാഗത്തേക്ക് ഇത് കടൽ പോലെ കിടക്കുകയാണ് ശിവലിംഗങ്ങൾ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പല സൈസിലുള്ള ശിവലിംഗങ്ങൾ. ഇതൊക്കെ വളരെ ചെറുതായിട്ട് ഏറ്റവും ചെറിയ ശിവലിംഗങ്ങൾ കാണാവുന്ന ഇതാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ നോർമലായിട്ടുള്ളതാണ്. ഇപ്പം ആ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻ ഉള്ളതാണ്. അപ്പം ഓരോ ഡിസൈനും നമുക്ക് വേണ്ട
വേണ്ടതുപോലെയുള്ള ഡിസൈൻ അതിനനുസരിച്ചുള്ള റേറ്റും ഉണ്ടാകും. ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 1 കോടി ശിവലിംഗം ആക്കുന്നതിൽ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. ബട്ട് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. തീർച്ചയായിട്ടും ഇതൊരു ക്ഷേത്രത്തിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പം നമ്മളത് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ വീഡിയോ കൊണ്ട് ഇതെന്തായാലും പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരുപാട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടേക്ക് വരാം. അപ്പം 3 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നേരെ കോളാർ വന്നു കഴിഞ്ഞാൽ കോളാറിന്ന് ഈ ഒരു കോട്ടിലിംഗേശ്വരെ 30 കിലോമീറ്ററിൽ ഏകദേശം ഒരു 20-25ഓളം കിലോമീറ്റർ നല്ല റോഡ് തന്നെയാണ്, കുഴപ്പമില്ലാത്ത റോഡ് തന്നെയാണ്. ബട്ട് കോളാർ വരെ വളരെ അടിപൊളി ഹൈവേ ആണ് ബാംഗ്ലൂർ എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ വരാൻ 3 മണിക്കൂറൊക്കെ ഹാർഡ്ലി അത്രേ എടുക്കുകയുള്ളൂ. അപ്പം പിന്നെ വേറെന്തൊക്കെയാണ് വെറുതെ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് രേഖപ്പെടുത്തുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ പൊരിവരത്താണെങ്കിലും നടക്കാൻ ഒരുപാട് സഹായകമാകുന്ന ഒരു വാക്ക്വേയും കൂടി ഇവർ പണിതിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പം അധികം വെയിൽ കൊള്ളാതെ തന്നെ, കാരണം നട്ടുച്ചയ്ക്കെല്ലാം ഇവിടേക്ക് വരുന്നവർ, കാരണം ഒരുപാട് ഫോറിനേഴ്സ് അടക്കം ഒരുപാട് പേര് ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പം അവരൊക്കെ വരുന്ന സമയത്ത് അവർക്ക് നടക്കാൻ ഒരുപാട് സഹായപ്രദമാകും. ഇവിടെ ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിലും ഇതേപോലെ തന്നെ ഒരുപാട്, ഇപ്പം ഈ സൈഡിൽ ഏറ്റവും വലിയ ശിവലിംഗം ആണ്. അത് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ സാഗരം പോലെ കിടക്കുകയാണ് ഇനിയും കുറേ ശിവലിംഗങ്ങൾ. ഈ സൈഡിലേക്കൊക്കെ ഫുൾ ഇത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ശിവലിംഗങ്ങൾ കണ്ടു, അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ ശിവലിംഗങ്ങൾ കണ്ടു. ഇനി ഇവിടുന്ന് നേരെ മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലും ഒരുപാട് ശിവലിംഗങ്ങൾ. അത് കഴിഞ്ഞ് ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരുപാട് ശിവലിംഗങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അവിടെ നിന്ന് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതിനേക്കാട്ടും വലിയ സാഗരം. ഇത് എനിക്കൊന്ന് ഏക്കർ കണക്കിന് ഏരിയ മുഴുവൻ ഇതിനു വേണ്ടി മാത്രം അവർ ബിൽഡ് ചെയ്താന്ന് തോന്നുന്നു. ഇനിയിപ്പം ഓരോരുത്തർ ഡൊണേറ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് ഇവർ കൊണ്ടുവന്ന് വെക്കാൻ പോകുന്നത് എന്നുള്ളത് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം അത്രയും ഒരു ഏരിയ പോലും ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കുറച്ച് സ്പേസ്. അത്രയേറെ ശിവലിംഗങ്ങളാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അങ്ങേയറ്റത്തായിട്ട് ചെറിയൊരു വലിയ ശിവലിംഗത്തിനെ പോലെ തന്നെ ചെറിയൊരു ശിവലിംഗവും അവിടെ പണിത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓരോ കളേഴ്സിലും നിങ്ങൾക്ക് കാണാം. മഞ്ഞ, നീല, പച്ച, അങ്ങനെ പല പല കളറിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു മതിൽ പോലെ. അപ്പോൾ അതിൻ്റെ മേലെ 3 ലൈനായിട്ടൊക്കെ അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇനിയിപ്പം ഈ ഒരു ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശാലമായൊരു ഷോപ്പിംഗ്, അതായത് ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളും അതേപോലെ ഇതേപോലത്തെ ഐറ്റംസൊക്കെ ഇവിടെ കിട്ടും. ഒരുപാട് ഐറ്റംസ് കിട്ടുന്നൊരു സ്ഥലമാണിത്. ഇതിവിടെ ക്ഷേത്രത്തിന് പുറത്ത് തന്നെയായിട്ട് കണ്ടതാണ്. ഇങ്ങനെ ആൾ നിൽക്കുന്നത്. ഫുള്ള് പെയിൻ്റൊക്കെ അടിച്ചിട്ടാണ് നിൽക്കുന്നത്. രസമുണ്ടെന്നല്ലേ കാണാൻ.